നിരഞ്ജനയുടെ സഹായത്തിനായി മോളിക്കുട്ടി എത്തുന്നു. കാർത്തിയായനിയെ അന്വേഷിച്ചെത്തുന്ന ഫൈസിക്ക് ആംബ്രോസിൽ നിന്നും അർച്ചനയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു. റോസ്മലയിലെത്തുന്ന ഫൈസിയോട് എല്ലാം തുറന്നു പറയുന്ന രാജപ്പൻ. അർച്ചനയുടെ കുഞ്ഞാണ് നിരഞ്ജനയുടെ കയ്യിലുള്ളതെന്ന സത്യം തിരിച്ചറിയുന്ന ഫൈസി. നിരഞ്ജനയിൽ നിന്നും കുഞ്ഞിനെ തിരികെ വാങ്ങണമെന്ന് ഫൈസി സ്നേഹപ്രഭയോട് പറയുന്നു. കുഞ്ഞിനെ എടുത്തു വളർത്തുന്നത് നിരഞ്ജനയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് സുധി. ഡോക്ടർ ഹിമയുടെ വീട്ടിലെത്തിയ അമ്പിളിയും രേവതിയും അർച്ചനയെ കണ്ടുമുട്ടുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അർച്ചന റോസ്മലയിലേക്ക് പോകുന്നു. കുഞ്ഞിനെ തിരികെ കൊണ്ടുതരാമെന്ന് രാജപ്പൻ അർച്ചനയോട് പറയുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എന്റെ മക്കൾക്ക് നീ തുണയുണ്ടെന്ന് എനിക്കറിയാം. കുഞ്ഞിങ്ങനെ കിടന്ന് കരയുമ്പോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവാണോടി? മോളിക്കുട്ടിയുടെ പെരുമാറ്റം നിരഞ്ജനയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അർച്ചനയുടെ നീക്കങ്ങളെ നിഴൽ പോലെ പിന്തുടരുന്ന രേവതിയും അമ്പിളിയും. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. രാത്രി മഴ തുടരുന്നു. അച്ചുവെച്ച് ജീവിതം അവസാനിപ്പിച്ച് കളയുന്നല്ലേ മോള് പേടിക്കുന്നത്? ഞങ്ങൾക്ക് പേടി തന്നെയാ ചേച്ചി. നിഴല് പോലെ നിങ്ങൾ രണ്ടുപേരും എന്റെ പിന്നാലെ നടക്കുമ്പോ തന്നെ അച്ചുവെച്ചിക്ക് അതറിയാമായിരുന്നു. അച്ചുവേച്ചി എന്തെങ്കിലും കടുകയെ ചെയ്ത പിന്നെ ഞാൻ ഉണ്ടാവില്ല. എന്റെ അച്ചുവേച്ചിയാണ് സത്യം. എനിക്കും വേണ്ട പിന്നെ ഒരു ജീവിതം. അച്ചുവേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് ഒന്നിച്ച് മരിക്കാം. അച്ചുവേച്ചി ഒറ്റയ്ക്ക് പോവാതിരുന്നാ മതി. അങ്ങനൊന്നും പറയില്ലേ മോളെ. ഞാൻ മരിച്ച പിന്നെ എന്റെ മോൻ ആരാ ഉള്ളത്? ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ അത് കാർത്തിയാനിയുടെ വീട്ടിൽ വെച്ച് തന്നെ ആവാമായിരുന്നില്ലേ? അച്ചുവേച്ചി അത് ചെയ്യാതിരുന്നത് എന്റെ മോൻ എന്റെ കയ്യിൽ വരുമെന്ന് ഓർത്താ. അവൻ എന്റെ അരികിൽ വരും. ഞാൻ അവനെ ഓമനിക്കും, ലാളിക്കും. അവന്റെ കൂടെ ഞാൻ ജീവിക്കും. അവന്റെ അമുഖം മനസ്സിൽ കണ്ടോണ്ടാ ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. അകലെയാണെങ്കിലും എന്റെ ഉണ്ണിയുമായുള്ള എന്റെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അച്ചുവേച്ചി. അതെ മോളെ. ചേച്ചി, എന്റെ മോന്റെ ജന്മനക്ഷത്രം എന്താണെന്നറിയോ നിങ്ങൾക്ക്? രോഹിണി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നക്ഷത്രം. ഒരു വേർപിരിയലുണ്ടായാലും എന്റെ ഉണ്ണി അമ്മയുടെ അടുത്തേക്ക് തന്നെ വരും. ഭഗവാൻ അവനെ കൊണ്ടുവരും. അച്ചുവേച്ചി, വിഷമിക്കല്ല മക്കളെ. ഈ വേർപാട് ഇപ്പൊ നമ്മൾ സഹിക്കണം. ആർക്കും എന്റെ ഉണ്ണിയെ ഒളിപ്പിച്ചധികാലം വെക്കാൻ പറ്റില്ല. വാ പോ അച്ചുവേച്ചി. ഇല്ല, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഒന്നിരിക്കട്ടെ. നല്ല മഞ്ഞുള്ള സമയം. ഇവിടെ ഇരിക്കണ്ട, നമുക്ക് പോയി കിടക്കാം ചേച്ചി. വാ വാ. ബാബു ഓ വാ 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 വാ. ബാബ ഉറങ്ങിക്കോട്ടോ. അമ്മ സാർ എങ്ക പോണാര്? സുധി ടൗണിൽ പോയതാ മോന് കുറച്ച് ഡ്രസ് എടുക്കാൻ. എന്താ അഴകേശ? നാളേക്ക് എൻ തമ്പി മക കല്യാണം. അത് ചെന്നൈയിലേ നടക്കുന്നത്. ഓ അതിനെന്താ, അഴകേശം പോയിക്കോ. എപ്പോഴാ പോന്നേ? രാത്രി പോകണമ്മ. ആ 2 നാൾ കഴിച്ച് വന്നിരുവേ. അഴകേശം വൈകിട്ടല്ലേ പോത്തുള്ളൂ? ആമാമ്മ. പോകുന്നതിന് മുമ്പ് അഴകേശം എന്നെ വന്നൊന്ന് കാണാം. കുറച്ച് രൂപ തരാം. ശരിയമ്മ. ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഇല്ല, ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവാ. എനിക്കൊന്നും വേണ്ട. മോൻ എന്തെങ്കിലും വേണോ? നീ വാ മോളിക്കുട്ടി, നടടി. ഇനി എന്റെ വാവ കുറച്ചേരം സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ. അപ്പോഴേക്കും അച്ഛൻ ഡ്രസ്സുമായിട്ട് വരും. ബാബു, അമ്മയുടെ മോൻ ബാബു, നമുക്ക് അത്തുവാട്ടോ. എന്തിനാ നോക്കുന്നേ? ആ മോന്റെ അച്ഛൻ വന്നെന്ന് തോന്നുന്നല്ലോ. ഫൈസിയോ വാ.
ഫൈസിന്റെ സ്നേഹമോളെ കൊണ്ടുവരാഞ്ഞേ. നിങ്ങളെല്ലാരും ഒരുമിച്ച് വരുന്ന ഞാൻ കരുതിയേ. സുധി ഇവിടെ ഇല്ലേ? സുധി ടൗൺ വരെ പോയേക്കാ. ഫൈസി വിളിച്ചില്ലായിരുന്നോ? ഇല്ല, സുധി പറഞ്ഞ റൂട്ട് വെച്ച് വന്നതാ. വഴിക്ക് വെച്ച് ഇവിടുത്തെ സർവന്റിനെ കണ്ടു. ഫൈസി ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. നിരഞ്ജന നിക്കേ. ആ. പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. എന്ത് പ്രശ്നം? അതെന്താണെന്ന് നിരഞ്ജനയ്ക്കറിയില്ലേ? കുഞ്ഞിന്റെ അമ്മ പിന്മാറാൻ ഇപ്പോഴും തയ്യാറല്ല. എന്റെ കുഞ്ഞിന്റെ അമ്മ ഞാനാ, അതേ എനിക്കറിയൂ. നിരഞ്ജന ബാലിശമായിട്ട് സംസാരിക്കാതെ. ഫൈസി ഇതൊക്കെ എന്നോട് വന്ന് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ എനിക്കൊരു കുഞ്ഞിനെ തന്നു, അതിൽ കവിഞ്ഞുള്ള കാര്യമൊന്നും എനിക്കറിയണ്ട. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ ഞാൻ തരില്ലായിരുന്നു. കുഞ്ഞിന്റെ അമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവള് സ്റ്റേഷനിൽ വന്ന് വലിയ പ്രശ്നമുണ്ടാക്കി. അതൊക്കെ എത്ര കാലത്തേക്കാ? ഫൈസി ഇത് വിട്ടേക്ക്. കേസ് ഫൈസിയുടെ മുന്നിലല്ലല്ലോ വന്നേക്കുന്നത്. ആ, അങ്ങനെ കരുതി ഞാൻ മിണ്ടാതിരുന്നതാ. പക്ഷേ അവളുടെ പുതിയ നീക്കങ്ങൾ നിരഞ്ജനയെ ബാധിക്കും. എന്നെ എങ്ങനെ ബാധിക്കും? അവള് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നു. എത്രയോ പേർ അവിടെ പന്തല് കെട്ടി സമരം ചെയ്യുന്നു. അവളും ചെയ്യട്ടെ. അതിന് ഫൈസി പേടിക്കുന്നത് എന്തിനാ? പേടിക്കണം ഞാനല്ല, നിരഞ്ജന. ഏതോ ഒരു സ്ത്രീ തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്നതിന് എനിക്ക് പേടിക്കേണ്ട കാര്യം എന്താ? അവള് ഏതോ ഒരു പെണ്ണല്ല. കുഞ്ഞിന്റെ അമ്മ എന്നാവും ഫൈസി പറയാൻ പോകുന്നത്. ദൈവത്തെ ഓർത്ത് ഇതൊന്ന് സുധി വരുമ്പോ ഫൈസി പറയാൻ നിൽക്കരുത്. സുധി വരുമ്പോ എനിക്കിത് പറയാൻ പറ്റില്ല. പക്ഷെ അവൾ സത്യാഗ്രഹം തുടങ്ങിയ അവൾ ആരാണെന്ന് സുധി അറിയും. ഇനി എനിക്ക് നിരഞ്ജനോട് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്ന ആ കുഞ്ഞിന്റെ അമ്മയാരാണെന്ന് അറിയണ്ടേ? അർച്ചനയാ. ഞാനിത് തിരിച്ചറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാനിത് വിശ്വസിക്കില്ല. വേണ്ട, അവൾ അതിന് തുനിഞ്ഞാൽ ആ വാർത്ത കേരളം മുഴുവൻ ചർച്ച ചെയ്യും. അർച്ചനയുടെ അബോഷണം കഴിഞ്ഞിട്ടില്ല, വിവാഹവും കഴിഞ്ഞിട്ടില്ല. വിശദമായി അന്വേഷിച്ചിട്ടാ ഞാനിത് നിരഞ്ജനയോട് പറയുന്നത്. മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ വിട്ടുകളഞ്ഞേനെ. ആരുടെയും തുണയില്ലാതെയാ അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചത്. ആ കുഞ്ഞിനെയാ സഹായിക്കാൻ വന്ന സ്ത്രീ വിറ്റത്. ആ സ്ത്രീയുടെ തടവിലായിരുന്നു കുറെ ദിവസം അർച്ചന. കുഞ്ഞിനെ മടക്കി കൊടുക്കാതെ നിരഞ്ജനയ്ക്ക് ഇനി വേറെ വഴിയില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ മടക്കി തരാനോ? എന്റെ കുഞ്ഞ് അവളുടേതാണെന്ന് എന്ത് തെളിവാ ഉള്ളത്? അർച്ചന പ്രസവിച്ചില്ലെന്നാണോ നിരഞ്ജന ഈ പറഞ്ഞു വരുന്നത്? കുഞ്ഞിന്റെ ജനനം വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫൈസി എന്നല്ലാതെ ഈ സത്യം പുറത്തു പോവില്ല. ഫൈസി എന്നെ ചതിക്കാതിരുന്നാ മതി. അവളുടെ കുഞ്ഞ് സുധിക്കൊപ്പമല്ലേ വളരുന്നത്? ഞാൻ ഇതുവരെ വിശ്വസിച്ചത് അത് തന്നെയാ. പക്ഷേ അവള് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയാൽ വിവരം വിശ്വനാഥൻ സാർ അറിയും. നിങ്ങളുടെ കള്ളക്കഥ പൊളിയും. അപ്പോ സുധി വീട്ടുകാരെ ചതിച്ചതാണെന്ന് മനസ്സിലാവില്ലേ? അർച്ചനയുടെ പ്രഗ്നൻസി അവർ നേരത്തെ മനസ്സിലാക്കിയതുമാണ്. പക്ഷെ അതിന് ഞാനെന്തിനു പേടിക്കണം? സുധി വീട്ടുകാരെ ചതിച്ചതായി കരുതിക്കോട്ടെ. സുധി എന്നെയും ചതിച്ചു. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഭർത്താവ് ഭാര്യയെ ചതിച്ചെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? തകരാറ് നിരഞ്ജനയ്ക്കാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അത് അവിടം കൊണ്ടും തീരില്ല. പിന്നെ നിരഞ്ജന പിടിച്ചാ സുധി നിൽക്കുവോ? നിരഞ്ജനയ്ക്ക് കുഞ്ഞിനെ മാത്രമല്ല ഭർത്താവിനെയും നഷ്ടപ്പെടും. ഇനി എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ അർച്ചനയ്ക്ക് മടക്കിക്കൊടുത്ത് ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനാ നിരഞ്ജന നോക്കേണ്ടത്. സുധി ഒന്നും അറിയാനും പാടില്ല. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. സുധി തിരിച്ചു വരും മുമ്പ് എനിക്ക് പോണം. നിരഞ്ജന ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിക്കുക. ആര് വന്നാലും ഞാൻ എന്റെ മോനെ വിട്ടുകൊടുക്കില്ല. എന്റെ മോനില്ലാതെ ഈ അമ്മയ്ക്ക് ജീവിക്കാനാവില്ലടാ. അമ്മയും മോനെ വിട്ട് ആര് പോയാലും നമ്മൾ ജീവിക്കും. അമ്മയുടെ കയ്യിൽ നിന്ന് എന്റെ മോനെ ആരെങ്കിലും കൊണ്ടുപോയാ അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ലടാ.
നീയാണ് സത്യം. അമ്മ ജീവനൊടുക്കും. അച്ഛൻ എവിടെയാ അമ്മ പോയത്? എവിടേക്കാന്നൊന്നും പറഞ്ഞില്ല. അശോകനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് കേട്ടു. കാർത്തിയാനിയെ തേടി ചങ്ങനാശ്ശേരിക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അവർക്ക് അവിടെ ചെന്ന് താമസിക്കാനൊന്നും പറ്റില്ല. ബന്ധുക്കളൊക്കെ അവരെ എന്നെ തള്ളിക്കളഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ വലിയൊരു പട്ടണത്തിൽ ചെന്ന് എന്തന്വേഷിക്കാനാ? ആ സ്ത്രീ കോയമ്പത്തൂരേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ അവിടുന്ന് പോരുന്ന ദിവസം ചെവള വരുന്ന കാര്യം അവർ പറഞ്ഞിരുന്നു. ചേച്ചി ഇവിടെയുള്ള വിവരം ചെവിളക്കറിയില്ലേ? അയാൾ വരാൻ മടിക്കുന്നത് കാർത്തിയാനി കൂടെ ഉള്ളതുകൊണ്ടാ. ഇനി വന്നാ പിടിക്കപ്പെടുമെന്ന് അയാൾക്കറിയാം. ചെവളെപ്പറ്റി പോലീസിനോട് പറയേണ്ടതായിരുന്നു. അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. പോലീസിന് അയാളെ പിടിക്കാനൊന്നും കഴിയില്ല. പിന്നെ കുഞ്ഞിനെ എങ്ങനെ കണ്ടുപിടിക്കും? എനിക്കറിയില്ല മോളെ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മോളെ വല്ലതും കഴിച്ചിട്ട് പോ മോളെ. എനിക്കൊന്നും വേണ്ട കുഞ്ഞമ്മേ. ഇങ്ങനെയായ എന്ത് ചെയ്യും? ആരോഗ്യം നോക്കേണ്ട സമയത്താ ഒന്നും തിന്നാതെ ഇങ്ങനെ നടക്കുന്നത്. കാര്യങ്ങൾ എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ലല്ലോ എൻ്റെ ഈശ്വര. എന്താ ഇത്? തുറന്നു നോക്ക്. ഇതൊരു ജുവൽ ബോക്സ് അല്ലേ? വിശ്വട്ടെ, ഇതൊന്ന് തുറന്നു നോക്ക്. എന്തിനാ ഇത്? ഇതുവരെ മനസ്സിലായില്ലേ? ഇതൊരു പൊന്നരഞ്ഞാണാ. വിശ്വട്ടെ, ഇത് കയ്യിലെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നാളെയാണ് കുഞ്ഞിന്റെ നൂലുകെട്ട്. എങ്കിൽ പിന്നെ നിനക്ക് രാവിലെ പോയിക്കൂടായിരുന്നോ? ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നാനെ. എനിക്ക് തനിയെ ചെന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. എങ്കിലും അത് കയ്യിലിരിക്കത്തേ ഉള്ളൂ. എന്റെ കുഞ്ഞിനു വേണ്ടി വാങ്ങിയതാ ഞാനിത്. അതിനുള്ള യോഗം ഇല്ലെങ്കിൽ ഞാനിത് കണ്ട് തൃപ്തി അടഞ്ഞോളാം. ജയന്തി കാണിക്കുന്ന വാശിയ. ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നേ? വാശി കാണിക്കുന്നത് ഇപ്പൊ വിശ്വേട്ടനാ. ആ കുഞ്ഞിനെ വീട്ടിൽ കയറ്റാമെങ്കിൽ അതിനൊരു ചടങ്ങ് വരുമ്പോ പിന്തിരിഞ്ഞു നിൽക്കേണ്ട കാര്യം എന്താ? സുധി ഒരു കുഞ്ഞിനെ സ്വീകരിച്ചു എന്ന് കരുതി എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. ഈ കുടുംബത്തിലൊരു അംഗമായിട്ട് അവൻ വളരുന്നത്. വിശ്വേട്ടന് മനസ്സിലെങ്കിലും അത് അംഗീകരിച്ചേ പറ്റൂ. ഇതൊക്കെ പകരം വെക്കാൻ കഴിയാത്ത ചടങ്ങുകളാ. അതേടി, നീ പറഞ്ഞു തരാതെ തന്നെ എനിക്കതറിയാം. അവന്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണെങ്കിൽ എനിക്കിത് പകരം വയ്ക്കാൻ കഴിയാത്ത ചടങ്ങ് തന്നെ ആയിരുന്നു തന്നെ. നീ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞ് പെരുമ്പടപ്പ് വിശ്വനാഥൻ അനന്തരാവകാശിയാവില്ല. എന്റെ കണ്ണിൽ തന്തയായിരുന്നോ തള്ളയായിരുന്നോ അറിയാത്ത അനാഥ കുഞ്ഞ് തന്നെയാ. വിശ്വേട്ടാ, എന്താടി, ഞാനത് പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോ? ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കും. അരഞ്ഞാണവും തളയും വളയും ഒക്കെ നീ വാങ്ങി വെച്ചോ, നിനക്ക് വേണേ കൊണ്ട് ചാർത്ത്. പക്ഷേ ആ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ ചെന്ന് നിൽക്കാൻ മാത്രം വിശ്വനാഥൻ അതപ്പതിച്ചിട്ടില്ല. അച്ഛൻ്റെ മോൻകുട്ടാ, ചാച്ചോടെ കുട്ടാ. അച്ഛൻ്റെ പൊന്നുമോൻ ഉറങ്ങിക്കോട്ടോ. അച്ഛൻ്റെ പൊന്നുമോനല്ലേ, ഉറങ്ങിക്കോട്ടോ. വേഗം ഉറങ്ങണേ ചക്കരേ. അച്ഛൻ്റെ കുഞ്ഞുവാ വേഗം ഉറങ്ങിക്കോട്ടോ. കിങ്ങിണി മോൻ സുഖമായിട്ട് ഉറങ്ങിക്കോ. അവന് നല്ല ഉറക്കം വരുന്നുണ്ട്. താൻ എന്താ ഈ കാണിക്കുന്നത്? അവൻ എന്റെ തോളിൽ കിടക്കട്ടെ. അവൻ തൊട്ടിലേക്ക് കിടന്നാൽ മതി.
തന്റെ മട്ട് കണ്ടാ തോന്നുമല്ലോ ഞാൻ അവനെ വശീകരിക്കുകയാണെന്ന്. സുധിയുമായി കുഞ്ഞു കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ? അവൻ എന്റെയും കൂടെ മോനല്ലേ, തന്റെ മാത്രമല്ലല്ലോ. ഇവൻ സുധിയുടെ മോൻ തന്നെയാ എന്നുവെച്ച് വലിയ ഇന്റിമസി ഒന്നും വേണ്ട. മറ്റൊന്നും കൊണ്ടല്ല, സുധി ഉടനെ പോയാ അവനെ അത് ബാധിക്കും. ഓ അങ്ങനെ. അതിന് മാത്രമുള്ള തിരിച്ചറിവൊന്നും മോൻ ഉണ്ടായിട്ടില്ല. പറയാനറിയില്ലെങ്കിലും കുഞ്ഞിനതൊക്കെ അറിയാം. അടുത്തിരുന്ന് കൊഞ്ചിച്ച ഒരാളെ പെട്ടെന്ന് കാണാതായ ഒരു നഷ്ടബോധം ഉണ്ടാവും. എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രമൊന്നും അറിയത്തില്ല. അതിന് മനഃശാസ്ത്രം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ 15-ന് തന്നെ ടിക്കറ്റ് ഓക്കെ ആവില്ലേ? അന്ന് തന്നെ ശരിയാവുന്ന പ്രതീക്ഷ. ഇനി വളരെ കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. ഇത്രയും ദിവസം സുധി ഇവിടെ ഉണ്ടായത് തന്നെ ഭാഗ്യമായി തോന്നുക. പുതിയൊരു സ്ഥലത്ത് വന്ന് ഞങ്ങൾക്ക് ചുവടെടുപ്പിക്കാൻ കഴിഞ്ഞല്ലോ. നിങ്ങളിവിടെ എത്തിച്ചോടാൻ പോകാൻ ആഗ്രഹിച്ചതാ ഞാൻ. ഇതിപ്പോ മോനുവിനെ കാണുമ്പോൾ 1-2 ആഴ്ച നീട്ടിയാലെന്ന് കൂടെ ഞാൻ ചിന്തിച്ചു പോവുക. അപ്പോഴേക്കും അവന്റെ നൂലുകെട്ടും കഴിയും. 16-ാം തീയതി ഭാമിനേണ്ടി വരുന്നുണ്ട്. ഞാൻ പറയുന്നത് സുധി യാത്ര നീട്ടിവെക്കണ്ടെന്നാ. ടിക്കറ്റ് ഓക്കെ ആയെങ്കിൽ ഒരാഴ്ചത്തേക്ക് വേണ്ടി ക്യാൻസൽ ചെയ്യേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ സുധി യാത്ര വേണ്ടെന്ന് വയ്ക്കണം. ഞാൻ മാറി നിൽക്കണം. നമ്മൾ സിംഗപ്പൂരിലുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സുധി പോകുന്നതിന് മുമ്പ് നമുക്ക് നൂലുകെട്ട് നടത്തണോ എന്നത് എൻ്റെ ആഗ്രഹമാണ്. നിരഞ്ജനയുടെ ആഗ്രഹം കൊണ്ടാ അത് നടക്കുന്നത്. മോന് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അവൻ ജനിച്ചത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. സമയം പോലും നിശ്ചയമില്ല. സങ്കല്പിച്ച് ആ ചടങ്ങ് നടത്താനേ കഴിയൂ. അത് ശരിയാണ്. അവൻ പൊന്നരിഞ്ഞാണോ വളയും തളയും വിട്ട് സുധി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മ വരും, വാക്കു പറഞ്ഞിട്ടുണ്ട്. അരിഞ്ഞാണോ ആഭരണങ്ങളും നമ്മൾ വാങ്ങരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛൻ വരില്ല. നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് അവൻ ആരുമല്ലാത്ത പെരുമ്പടപ്പ് വിശ്വനാഥൻ സാക്ഷിയാവണമെന്ന് ഞാൻ മോഹിച്ചതാ. അന്ന് വെളിപ്പെടുത്താനല്ലേ സുധി കാത്തിരുന്നത്. പോകുന്നതിന് മുമ്പ് ആ ബോംബ് പൊട്ടിച്ചിട്ട് ഞാൻ പോകും. ഫൈസി അത് ചെന്ന് പറയുമെന്ന് ഞാൻ ഊഹിച്ചതാ. പക്ഷേ ഇത്ര പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? വലിയൊരു പൊട്ടിത്തെറിയാ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അർച്ചന ചെന്ന് സമരം തുടങ്ങിയ എല്ലാം വെളിച്ചത്താവും. അവളത് ചെയ്യുകയും ചെയ്യും. അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാ ഞാൻ പോയത്. പക്ഷേ അർച്ചനയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും നിരഞ്ജനയ്ക്ക് ഒരു കുലുക്കും ഉണ്ടായില്ല. ഫൈസി, അത് പിന്നെ ആ കുഞ്ഞുമായി അവൾ അത്രയ്ക്ക് അടുത്തു കഴിഞ്ഞു. ഇപ്പൊ അർച്ചനയുടെ സ്ഥിതി തന്നെയാ അവൾക്കും ഉള്ളത്. ആ കുഞ്ഞിനെ നിരഞ്ജന വിട്ടുതരുമെന്ന് ഫൈസിക്ക് തോന്നുന്നുണ്ടോ? മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ അവൾ അതിന് തയ്യാറാവും. അർച്ചനയുടെ വേദന കാണാനുള്ള മനസ്സൊന്നും നിരഞ്ജനയ്ക്ക് ഉണ്ടാവില്ല. കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾക്ക് ന്യായീകരണങ്ങളുണ്ട്. ആ കുഞ്ഞ് അർച്ചനയുടേത് മാത്രമല്ല, അതിന്റെ അച്ഛൻ സുധിയാ. നിരഞ്ജന സുധിയുടെ ഭാര്യ. അർച്ചനയ്ക്കുള്ള അവകാശം സുധിക്കുണ്ട്. അവൾക്ക് കൂടുതൽ കരുത്തുണ്ടാക്കുന്ന കാര്യങ്ങളാ ഫൈസി ചെന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്ന ശീലം പണ്ടേ ഫൈസിക്കുള്ളതാ. നീ ആവശ്യമില്ലാതെ ഓരോന്ന് പറയാതെ. നിരഞ്ജന കുഞ്ഞിന് വിട്ടുതരും, എനിക്കത് ഉറപ്പുണ്ട്. ഫൈസി ഉറപ്പിച്ചോ. പക്ഷേ സംഭവിക്കാൻ പോകുന്ന അതൊന്നുമല്ല. മറ്റാരെക്കാളും നന്നായി എനിക്ക് നിരഞ്ജനെ അറിയാം. കുഞ്ഞ് തന്റേതാണെന്നുള്ള സത്യം സുധി അറിയാനിടയായ നിരഞ്ജന കുഞ്ഞുമായി അവിടുന്ന് കടന്നു കളയും. ആർക്കും അവൾ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് ഓരോന്ന് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന് മതിയാക്കാശാനെ, വീട്ടിൽ ചെന്ന് കയറാനുള്ളതല്ലേ. ഞാനൊന്ന് പോകുന്നില്ല അശോക. മക്കളുടെ മുഖം കാണുമ്പോൾ നെഞ്ചിലൊരു കത്തല.
സത്യത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്താടാ? അവളെ വീട്ടിൽ നിർത്തി പ്രസവം എടുക്കാൻ കഴിയുമോ? പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടാ? കാർത്തിയാനിയെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് കരുതിയല്ലേ അർച്ചനയെ അവിടെ കൊണ്ടു നിർത്തിയത്? പിന്നെ ഉണ്ടായതിനൊക്കെ ഞാൻ എങ്ങനെ തെറ്റുകാരനാവും? അവളെന്നെ മലർത്തിയതല്ലേ? അത് എന്റെ ഭാര്യയും മക്കളും മനസ്സിലാക്കുന്നില്ല. ആശാന്റെ ചോദ്യം ശരി തന്നെ. ചെയ്യാൻ കഴിയുന്നതേ ആശാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എല്ലാം മറന്നു കളയരുത്. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ ആശാന്? ആശാൻ ഒരു മാറ്റം വന്നത് കണ്ട് ഞാൻ പറയുന്നതാ. ക്ഷമിച്ചേക്കണം. നീ പറയടാ. നീ എന്നെ കാര്യമില്ലാതെ കുറ്റപ്പെടുത്തില്ലെന്ന് എനിക്കറിയാം. അർച്ചനയോട് ആശാൻ ചെയ്തതൊക്കെ കടന്ന കൈയായിപ്പോയി. കാർത്തിയാനിയുടെ വീട്ടിൽ കൊണ്ട് വിട്ടത് മാത്രമാണോ ആശാൻ ചെയ്ത കുറ്റം? ആ പെണ്ണിനെ ആരുടെയെങ്കിലും തലയെ കെട്ടിവെച്ച് ഭാരം ഒഴിയാൻ ആശ നോക്കിയത്. അവളുടെ പഠിപ്പിനൊന്നും ആശ ഒരു വിലയും കൽപ്പിച്ചില്ല. നാൽക്കാലിയെ പോലെ ആശ അവളെ കണ്ടത്. ആശാന്റെ മനസ്സറിഞ്ഞിട്ടാ കാർത്തിയാനി ചെവളെ പോലൊരുത്തനെ കൊണ്ടുവന്നത്. അവന്റെ ഉദ്ദേശം അറിഞ്ഞിട്ട് പോലും ആശാൻ സമ്മതം മൂളി. ചെവള അവളെ കൊണ്ടുവരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവളുടെ സ്ഥിതി? അതിന്റെ പാപം അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് പോവാൻ ആശാന് പറ്റുമോ? 2 പെൺമക്കളാണ് ആശാനുള്ളത്. എന്തോ ഭാഗ്യത്തിന് അർച്ചന രക്ഷപ്പെട്ടു. അവിടം കൊണ്ടൊന്നും തീർന്നില്ല. ചെവള വീണ്ടും വരും.